നമസ്കാരം. ഇറാൻ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് കൂടുതൽ ഘടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ പാടെ തകർക്കണോ അതോ ചർച്ചകളിലൂടെ ഒത്തുതീർപ്പിലെത്തണോ എന്ന രണ്ട് വഴികളാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ നിന്നും വിവരങ്ങൾ തേടിയ ശേഷമാണ് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയത്. മാനുഷിക പരിഗണന വെച്ച് യുദ്ധം ഒഴിവാക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപിന്റെ നിലപാട്. അതായത് ഇറാനുമായുള്ള വ്യാപാര ബന്ധത്തിനായി പാകിസ്ഥാൻ കരമാർഗമുള്ള ഗതാഗത റൂട്ടുകൾ തുറന്നതിനെ കുറിച്ചുള്ള ANIയുടെ ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകി. ഇക്കാര്യം തനിക്കറിയാമെന്നും ഇസ്ലാമാബാദിന്റെ നേതൃത്വത്തിൽ തന്റെ പിന്തുണയുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതെ, അതിനെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. പാകിസ്ഥാനോടും അവിടുത്തെ ഫീൽഡ് മാർഷലിനോടും പ്രധാനമന്ത്രിയോടും എനിക്ക് വലിയ ബഹുമാനമുണ്ട്. ഇതായിരുന്നു ട്രംപിന്റെ വാക്ക്. ഇറാനിലേക്കുള്ള ചരക്കു നീക്കത്തിനായി പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തിയിലൂടെ 6 കരമാർഗ ട്രാൻസിറ്റ് റൂട്ടുകൾ തുറന്നുകൊടുത്തു. ഇറാനിയൻ തുറമുഖങ്ങൾക്കും സമുദ്ര ഗതാഗതത്തിനു മേൽ അമേരിക്കൻ നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ കറാച്ചി തുറമുഖത്ത് ആയിരക്കണക്കിന് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ നീക്കമുണ്ടായത്. കൂടാതെ ഏപ്രിൽ 25-ന് പാകിസ്ഥാൻ വാണിജ്യ മന്ത്രാലയം ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് ത്രൂ ടെറിട്ടറി ഓഫ് പാകിസ്ഥാൻ ഓർഡർ 2026 പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇത് മൂന്നാം രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ റോഡ് ഗതാഗതം ഇറാനിലേക്ക് കൊണ്ടുപോകാൻ ഉടനടി അനുമതി നൽകുന്നുണ്ട്. അതേസമയം ഇറാനുമായുള്ള സൈനിക നീക്കങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിന് കത്തയച്ചിരുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം ഏപ്രിൽ 7 മുതൽ വെടിനിർത്തലാണ് എന്നും പോരാട്ടം പൂർണ്ണമായും അവസാനിച്ചതായാണ് ട്രംപിന്റെ കത്ത്. ഇതോടെ യുദ്ധം തുടരാൻ പാർലമെന്റിൽ അനുമതി തേടേണ്ടിയിരുന്നത് മെയ് 1 എന്ന നിയമപരമായ സമയപരിധി ട്രംപ് ഭരണകൂടം തന്ത്രപരമായി മറികടന്നു. അമേരിക്കയിലെ 1973-ലെ വാർ പവേഴ്സ് റെസല്യൂഷൻ പ്രകാരം 60 ദിവസത്തിലധികം യുദ്ധം തുടരണമെങ്കിൽ കോൺഗ്രസിന്റെ അനുമതി നിർബന്ധമാണ്. അത് കൂടിയേ തീരൂ. എന്നാൽ സൈനിക നീക്കം അവസാനിച്ചതായി പ്രഖ്യാപിച്ചതിലൂടെ ഈ അനുമതിയുടെ ആവശ്യം ഇനി വേണ്ട. ഏതായാലും ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ അയച്ച കത്തിൽ ഏപ്രിൽ 7-നു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. യുദ്ധം അവസാനിച്ചുവെന്നും അവകാശപ്പെടുമ്പോഴും പശ്ചിമേഷ്യയിൽ 50,000-ത്തിലധികം US സൈനികർ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് സമ്മതിക്കുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള ഭീഷണി പൂർണ്ണമായും മാറിയിട്ടില്ല എന്നും സമാധാന ശ്രമങ്ങൾ തുടരുന്നുവെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ നീക്കം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഇറാൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം തുടരുന്നത് യുദ്ധത്തിന്റെ ഭാഗമാണ് എന്ന് സെനറ്റ് ടീം കെയ്ൻ ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റുകൾ വാദിക്കുന്നുണ്ട്. ഭരണഘടനയിൽ യുദ്ധം താൽക്കാലികമായി നിർത്താൻ പോസ് ബട്ടൺ ഇല്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായ പ്രതികരണം. സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അംഗങ്ങളും ട്രംപിന്റെ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലും എണ്ണവിലയിലും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം നിലവിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി രേഖപ്പെടുത്തി. ഒരു അന്തിമ കരാറിൽ എത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും എന്താവും യുദ്ധമെന്നും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.